നമ്മളേ കഴിഞ്ഞ ക്ലാസ്സിൽ ബാംഗിൾസ് ത്രെഡ് ചുറ്റുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ത്രെഡ് ചുറ്റുന്ന അതേ ബാംഗിൾസിൽ എങ്ങനെ നമ്മൾ വർക്ക് ഡിസൈൻ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ 2 ഡിസൈൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒരു ഫുൾ സെറ്റിൽ വരുന്ന ബാംഗിളിൻ്റെ സെറ്റാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഒരുപാട് ചില ആളുകൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് കാണാം. അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ആഡ് ചെയ്യരുത് കേട്ടോ, കുറച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഭാഗത്ത് സ്റ്റോൺസ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ നമ്മളെന്താ പറയുക, ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ആണെങ്കിലും ഒരുപാട് ഇങ്ങോട്ട് നമ്മൾ ആ ത്രെഡിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു ഡാർക്ക് കളർ വരും, ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ഒരു ഡാർക്ക് വരും, അതൊരു വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഡബിൾ ലെയർ ചെയ്യുമ്പോൾ, അതായത് 2 ലെയറായിട്ടൊക്കെ ചെയ്യുന്നതിൽ ഇപ്പോൾ ഒരു സ്റ്റോണിൻ്റെ മുകളിൽ ഒരു സ്റ്റോണ്, ഇപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഈ ഒരു ടൈപ്പ് സ്റ്റോൺ വയ്ക്കുന്നതും ഒരു ലോട്ടസിൻ്റെ മോഡലുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ലോട്ടസൊക്കെ ചെയ്യുമ്പോൾ ഡബിൾ ലെയറിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് B7000ൻ്റെ ഗമ്മാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ, പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന അതേ മോഡൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ബാംഗിൾസ് മുഴുവനായിട്ടും ഇത് ജസ്റ്റ് റൗണ്ട് ചെയ്തെടുക്കാനേ ഉള്ളായിരുന്നേ, അതുകൊണ്ട് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻഡ് ആയിട്ട് കാണിക്കാത്തത്. ഇത് നമ്മൾ ഒരു സെറ്റ്, ഒരു ബാംഗിൾസിൽ ഒരു സെറ്റാണ് കേട്ടോ. അത് മുഴുവനായിട്ടും റെഡ് കുന്തൻ സ്റ്റോൺസിൽ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാംഗിളിൽ അടുത്ത് നെക്സ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതിൽ നമുക്ക് സാധാ കുന്തൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് ഞാനൊരു സ്ക്വയർ ആയിട്ടുള്ള സമചതുരത്തിലുള്ളൊരു കുന്തൻ സ്റ്റോണാണ്. ഈ ഒരു സ്റ്റോണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള വർക്കുകൾ ചെയ്താൽ മതി. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ 2-3 മോഡൽസ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എല്ലാ മോഡലും കയ്യിലില്ലാത്തവർ ഞങ്ങളുടെ കയ്യിൽ ആ ഒരു മോഡലില്ലാതെ മിസ് അതല്ലേ കാണിച്ചെന്നുള്ളത് അങ്ങനെ ചിന്തിക്കരുത്. ക്രിയേറ്റിവിറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് അതേപോലെ ചെയ്യുന്നതല്ല കാര്യം. ഇങ്ങനെയുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അതിലോട്ട് ആഡ് ചെയ്യുമ്പോഴാണ് എന്താവുക, നിങ്ങൾ നല്ലൊരു മേക്കിംഗ് ആവും, അതായത് ഒരു നല്ലൊരു ഡിസൈനർ ആവുന്നത്. ഓക്കെ, നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൽ ഒന്ന് ഈ സിൽക്ക് ത്രെഡിൻ്റെ ബാംഗിൾസിലും പിന്നൊന്ന് നമുക്ക് നമ്മുടെ സിൽക്ക് ജുമുക്ക ബേസില്ലേ, ജുമുക്കയിലുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും 2-3 മോഡൽ നമ്മളേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ തന്നെ ചെയ്ത് നോക്കണം. പിന്നെ കൂടുതലും നമ്മൾ ബാംഗിൾസിൽ ഇതൊരു 4 ഇഞ്ചിൻ്റെ 4 ഇഞ്ചിലും താഴെ വരുന്ന ബാംഗിൾസിൻ്റെ സൈസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ വരുന്ന ബാംഗിൾസിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഈ ഒരു ടൈപ്പ് മോഡൽ തന്നെ, അതായത് ഈ ഒരു സ്ക്വയറിൽ തന്നെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഒരു ഫുൾ സെറ്റാണ്, നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ അതൊരു ഫുൾ സെറ്റാണ്, ഒരു ബ്രൈഡിൻ്റെ ഫുൾ സെറ്റാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പം നമ്മൾ ഒന്നെങ്കിൽ കസ്റ്റമറിൻ്റെ ആ ഒരു എന്താ പറയുക, കസ്റ്റമൈസ്ഡായിട്ട് അവർക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇത് നമ്മളുടെ തേർഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലോട്ടസ് ആണ് കേട്ടോ. ലോട്ടസിന് ഞാനിത് ഈ ഒരു ഓവൽ ഷേപ്പും പിന്നെ ഒരു സ്റ്റാർ ഷേപ്പും, സ്റ്റാറല്ല നമ്മുടെ എന്താ പറയുക ചന്ദ്രക്കല ആ ഒരു ഷേപ്പിൽ വരുന്നില്ലേ, ആ ഒരു ടൈപ്പാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ലീഫായിട്ടാണ് ഞാൻ ആ ചന്ദ്രക്കലയുടെ ആ ഒരു സ്റ്റോൺ കൊടുക്കുന്നത്. ലോട്ടസിൻ്റെ പെറ്റൽസ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള എന്താ പറയുക സ്റ്റോണാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് അത് നമ്മൾ ഇതുപോലെ സെറ്റായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് എപ്പോഴും മാച്ചിങ് ആയിട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ലോട്ടസിൻ്റെ ആദ്യം 3 പെറ്റലാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ നമ്മൾ B7000 യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ചോദിക്കുന്നു ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷേ സെറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ലോട്ടസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അടിയിൽ 3 എണ്ണമല്ലേ ചെയ്ത് കൊടുക്കുന്നത്, അതിപ്പോൾ നേരെ മുകളിൽ 2 ലെയർ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് സ്റ്റോണും സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ലോട്ടസൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മളിത് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഇതുപോലെ ഞങ്ങൾക്കും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അല്ലേ. ഇതുപോലെ പീക്കോക്ക് ചെയ്യാം, അങ്ങനെ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. കൂടുതൽ ഡിസൈൻസൊക്കെ നമ്മളെ പെയ്ഡ് ക്ലാസ്സുകളിലാണ് അധികമായിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ നിങ്ങൾ അത്രത്തോളം വാല്യൂ ഉള്ളതായിട്ട് കാണാം, ചെയ്ത് നോക്കുക. അതുപോലെ നമ്മളുടെ ഈ ഓവൽ ഷേപ്പും ഈ നമ്മുടെ എന്താ പറയുക ഹാഫ് മൂൺ ഷേപ്പ് കുന്തൻസൊക്കെ
നമുക്ക് ഏതൊരു ഷോപ്പിലും അവൈലബിൾ ആണ്. ഏതൊരു ഷോപ്പിലെന്ന് വെച്ചാൽ ഏതൊരു ഷോപ്പിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഏതൊരു ഷോപ്പിലും മീൻസ് ഫാൻസി ഷോപ്പുകളിൽ, അതുപോലെ നമ്മുടെ ബട്ടൺ ഹൗസുകളൊക്കെ ഉണ്ടാവില്ലേ, ബട്ടൺ ഹൗസിലൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ആരി വർക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യുന്നിടത്ത് കുന്തൻ സ്റ്റോൺസ് നന്നായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതേ നോക്കിക്കേ, ഞാൻ അത് മുഴുവനായിട്ടും ബ്രൈഡ് ആ ഒരു ടൈപ്പിൽ എന്താ ലോട്ടസിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് മൊത്തം സെറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു വർക്ക് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യാൻ വെക്കണം, ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ബാംഗിൾസിൽ തന്നെ ആ സെറ്റിൽ വരുന്ന സെൻറ്ററിൽ വരുന്ന ഒരു ഇതായിരുന്നു. അത് കുറച്ച് ഹെവി വർക്കാണ്. അതിൽ നമ്മൾ ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെറ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബ്രൈഡിൻ്റെ 2 കയ്യിലോട്ടുള്ള സെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കുന്തൻ സ്റ്റോണിൽ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിൽക്ക് ത്രെഡ് എന്ന് പറയുന്നത് ചുമ്മാ സിൽക്ക് ത്രെഡ് ചുറ്റി വെച്ച് ചെയ്യുന്നതല്ല. പുറത്തോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ കുന്തൻ സ്റ്റോണിലൊക്കെ ചെയ്യുന്ന അപ്പോൾ ഈ ബ്രൈഡൽസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.